ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഉത്തരവുകളും കണ്ടെത്തലുകളും സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ്. ആ കേസിന്റെ ഗൌരവം കൂടുതൽ വർദ്ധിക്കുന്നതാണ്. ഞങ്ങൾ ആ ഉത്തരവ് വന്നപ്പോൾ തന്നെ അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് അന്വേഷണ സംവിധാനങ്ങൾ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ചു പറഞ്ഞിരുന്നു. കോടതി വളരെ ഗൌരവത്തിലും ആഴത്തിലും ഈ കേസ് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഒന്നാമത്തെ കാര്യം, ഇതൊരു അന്താരാഷ്ട്ര ടെമ്പിൾ മോഷണത്തിന്റെ രൂപത്തിൽ കുപ്രസിദ്ധനായിട്ടുള്ള മോഷ്ടാവ് സുഭാഷ് കപൂറിനെ പോലെയാണ് ഈ ശബരിമലയിലെ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള എന്ന് കേരള ഹൈക്കോടതിക്ക് പറയേണ്ടി വന്ന ഗൌരവമേറിയ സാഹചര്യമാണ് അധികാരികൾ സൃഷ്ടിച്ചിട്ടുള്ളത്. കോടതിയുടെ വാക്ക്, സച്ച് റിപ്ലിക്കാസ് crafted under the guise of temple work could readily be sold in international market at astronomical prices, a well-documented modus operandi of art smugglers and conmen worldwide. തൊട്ടാകെയുള്ള ഇത്തരത്തിലുള്ള മോഷ്ടാക്കളുടെ മാതൃകയാണ് ഇവിടെയും മോഡസ് ഓപ്പറാൻഡി, അതേ മോഡ് ഓഫ് ഓപ്പറേഷനാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. This bears disturbing resemblance to the operations of notorious figures like Subhash Kapoor, the international temple art thief, who similarly exploited religious patronage to loot and traffic priceless heritage objects. അദ്ദേഹം 800 കോടിയോളം രൂപയുടെ ഇത്തരത്തിലുള്ള കലാസൃഷ്ടികളും വിഗ്രഹങ്ങളുമാണ് മോഷ്ടിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ മോഷണമാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അതിനോടാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കേരള ഹൈക്കോടതി ഉപമിച്ചത്. അത്രയേറെ ഗൌരവമേറിയ സംഭവമാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വിധിന്യായത്തിലെ 20ാമത്തെ പേജാണ് ഞാൻ വായിച്ചത്. 22 മാറ്റേഴ്സ് അസ്യൂംഡ് എ മോർ ഡ്യൂബിയസ് കോംപ്ലക്ഷൻ ഇൻ ജൂലൈ 2025. അതാണ് പ്രധാനപ്പെട്ടത്. 2025 ഗൌരവമേറിയ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. 2025 മാറ്റേഴ്സ് അസ്യൂംഡ് എ മോർ ഡ്യൂബിയസ് കോംപ്ലക്ഷൻ ഇൻ ജൂലൈ 2025. when steps were once again initiated to fabricate a false sense of emergency, the board in fact had ample time between January 25 and November 25 to undertake the necessary repair works at the Sabarimala itself in full compliance with the Devasam manual and the binding directions of this court. Devasam manual അനുസരിച്ചും കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ചും ജനുവരി 25 മുതൽ നവംബർ 25 വരെ അവിടെ വെച്ച് തന്നെ, ശബരിമലയിൽ വെച്ച് തന്നെ ആവശ്യമായ റിപ്പയറിന് സാഹചര്യം നിലനിൽക്കെ ഉണ്ടെന്ന് ബോർഡിന് ബോധ്യമായിരിക്കെ വളരെ ബോധപൂർവമാണ് ഇത് ഇളക്കിക്കൊണ്ടുപോകാൻ ദേവസ്വം മാനുവലും കോടതി ഉത്തരവുകളും ലംഘിച്ച് ഇളക്കിക്കൊണ്ടുപോകാൻ ബോർഡ് തന്നെ തീരുമാനിച്ചത്. 25-26 ഈ 25-26 ശബരിമല ടെമ്പിൾ സീസൺ വാസ് ഷെഡ്യൂൾഡ് ടു കമൻസ്. അതിനെ ഉപയോഗപ്പെടുത്തിയത് കോടതി അതാ പറയുന്നത്. അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ശില്പങ്ങൾ വീണ്ടും ഇളക്കിക്കൊണ്ടുപോയി വീണ്ടും അതിൽ നിന്ന് സ്വർണം എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അതുകൂടി മോഷ്ടിക്കാനുള്ള ദ ഒബ്ജക്റ്റീവ് അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ ടു റിമൂവ് ദ ദ്വാരപാലികാസ് വിത്തൌട്ട് സീക്കിംഗ് ദ പെർമിഷൻ ഓഫ് ദിസ് കോർട്ട് and in direct violation of the Devasam manual by raising the bogey of the approaching temple season. പുതിയ ഉത്സവകാലത്തിന്റെ അടിയന്തര സ്വഭാവം ചൂണ്ടിക്കാട്ടി അതിന്റെ മറവിൽ സ്വർണം ഇളക്കിക്കൊണ്ടുപോയി വീണ്ടും അതിൽ മോഷണത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് ബോർഡ് തന്നെ ചെയ്തതെന്നാണ് ഇൻ ഹിസ് റിപ്പോർട്ടഡ് ഇറ്റ്. ഇതിൽ ദേവസ്വം കമ്മീഷണർ നേരത്തെ ഈ തമിഴ്നാട്ടിലെ സ്മാർട്ട് ക്രിയേഷൻസിന് ഈ ജോലി ചെയ്യാൻ അതിനുള്ള ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 37-25 ഉത്തരവില് അല്ലെങ്കിൽ കത്തില്. അതിനുശേഷം 8-8-25 ആ കത്ത് തിരുത്തിക്കൊണ്ട് അവിടെ തന്നെ അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശബരിമല കൊള്ളയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്ക്, ദേവസ്വം ബോർഡിന്റെയും ഉന്നതന്മാരുടെയും പങ്ക് വളരെ പ്രകടമാണ് എന്ന് കോടതി തന്നെ സമ്മതിച്ച കാര്യത്തിൽ ദേവസ്വം ബോർഡ് അധികാരികളും ദേവസ്വം മന്ത്രിയും രാജിവെക്കണം
എന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ വരുന്ന 12-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ ഇന്ന് രാവിലെ ചേർന്ന കോൺഗ്രസ് നേതൃയോഗം അവൈലബിൾ ഭാരവാഹികളുടെയും മുതിർന്ന നേതാക്കന്മാരുടെയും യോഗം തീരുമാനിച്ചിരിക്കുന്നു. 12-ാം തീയതി സംസ്ഥാന നേതാക്കന്മാരും തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകരും പങ്കെടുക്കുന്ന മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ഇത് സംബന്ധിച്ച് നടത്തുന്നതാണ്. അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. 12. പിന്നത്തെ ഒരു കാര്യം, ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ ഇന്നത്തെ യഥാർത്ഥ ദുരവസ്ഥ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വന്ന് 3 ദിവസവും ഒരു പരിശോധന പോലും ലഭിക്കാതെ, ഡോക്ടറുടെയോ ജീവനക്കാരുടെയോ യാതൊരു പരിഗണനയും ലഭിക്കാതെ മരണമൊഴി നൽകിയ വേണു മരിക്കാനിടയായ സാഹചര്യം. കൊല്ലം ജില്ലക്കാരൻ. അദ്ദേഹം സുഹൃത്തിന് അയച്ച മെസ്സേജ്, സന്ദേശം, അതിലെ വാചകങ്ങൾ വളരെ വ്യക്തമാണ്. തനിക്ക് ഒരു നായയുടെ പരിഗണന പോലും മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗിയായി വന്ന തനിക്ക്, റെഫർ ചെയ്ത് വന്ന രോഗിയായ തനിക്ക് ലഭിച്ചില്ല എന്ന് അത്രയേറെ വേദനയോടെ, ഹൃദയവേദനയോടെ ഒരു രോഗി അറിയിക്കണമെങ്കിൽ അവിടെ നടക്കുന്ന അനീതികൾ, അവിടുത്തെ കെടുകാര്യസ്ഥത ആരോഗ്യമന്ത്രിയും ഗവൺമെന്റും കണ്ണു തുറന്ന് കാണണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ ഉന്നതനായ ഡോക്ടറുടെ വെളിപ്പെടുത്തലോ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായ സംഭവങ്ങളോ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും മറ്റ് ആരോഗ്യ രംഗങ്ങളിലെയും ഗുരുതരമായ പിഴവുകളും വീഴ്ചയോ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമായില്ല. ഈ രോഗിയുടെ ഹൃദയവേദനയും അദ്ദേഹത്തിന്റെ ദേഹവിയോഗവും സർക്കാരിനെ ഇരുത്തി ചിന്തിപ്പിക്കണം, തെറ്റുകൾ സമ്മതിക്കണം. ഗവൺമെന്റിന്റെ അവകാശവാദങ്ങൾ, ആരോഗ്യരംഗത്തെ വീമ്പടിക്കൽ, അത് തെറ്റാണ് എന്ന് ജനങ്ങളുടെ മുൻപിൽ കൃത്യമായിട്ട് ബോധ്യം വന്നിരിക്കുകയാണ്. ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. പിന്നെ കോൺഗ്രസിന്റെ സംഘടനാപരമായ ഒരു കാര്യം കൂടി, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ കാര്യങ്ങൾ ആലോചിച്ചു. KPCC ഭാരവാഹികളുടെ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. പുതിയ KPCC നേതൃത്വത്തിന് വൈസ് പ്രസിഡന്റുമാർക്കും ട്രഷറർക്കും കേരളത്തിലെ ജില്ലകൾ അവരുടെ ചുമതലയിൽ ജില്ലകൾ വീതിച്ചു നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റുമാരും ഒരു ട്രഷററും 14 ജില്ലകളുടെയും ചുമതല, സംഘടനാപരമായ ചുമതലകൾ അവർക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. സീനിയർ നേതാക്കന്മാർക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. സെക്രട്ടറിമാർക്കും നിയോജകമണ്ഡലങ്ങൾ അടിസ്ഥാനത്തിൽ സെക്രട്ടറിമാരെയും മറ്റു നേതാക്കന്മാരെയും കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെയും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് അവരെയും നിയോഗിച്ച് തീരുമാനമുണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാം ശക്തമായ പ്രവർത്തനത്തിൽ അവരെല്ലാം വ്യാപൃതരാകും. ആ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചു. അത് ശക്തമായിട്ട് തന്നെ പുരോഗമിക്കുകയാണ്. അതെ, അതിപ്പം മനഃപൂർവ്വമല്ല, പല കാരണങ്ങൾ കൊണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് കാര്യത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെന്ന് ഞങ്ങളല്ല പറയുന്നത്, രാഷ്ട്രീയ നേതൃത്വമല്ല. ഈ വിധി ഗവൺമെന്റ് വായിച്ചിട്ടുണ്ടോ? എത്രയോ ഗൌരവമേറിയതാണ്, എത്രയോ ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടാണ്. പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ. ചുരുങ്ങിയ വാചകങ്ങളെ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഇത്രയും നീണ്ട പേജുള്ള നിങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ ജനങ്ങളും വായിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ 2-3 ഏറ്റവും റിലവന്റായ പോയിന്റ്സ് പറയാൻ നിർബന്ധിതനായത്. അവരെയൊക്കെ തലോടിക്കൊണ്ട് ചോദ്യം ചെയ്താൽ, സംരക്ഷിക്കാൻ കവചമൊരുക്കിയാൽ, കോടതി വിധിയിൽ തന്നെ പറഞ്ഞിട്ട് കാലതാമസം എത്രയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഒക്ടോബർ 5 ഒരു കോടതി വിധി പരാമർശിച്ചല്ലോ. ഞാൻ തന്നെ ഇവിടെ നിന്ന് വായിച്ചായിരുന്നല്ലോ കുറച്ചു ഭാഗങ്ങൾ. ഒക്ടോബർ 5 കോടതി ആ ഗൌരവമേറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് ഇന്ന് നവംബർ 7 എന്ത് പുരോഗതി ഉണ്ടായി? സ്വർണം കണ്ടെത്തിയോ? ഒരു മോഷണ കേസിലെ കുപ്രസിദ്ധരായിട്ടുള്ള മോഷ്ടാക്കള് അന്താരാഷ്ട്ര കൊള്ളക്കാരെ പോലെ സമാനമായിട്ടുള്ള കുപ്രസിദ്ധി ആർജിച്ച അത്തരത്തിലുള്ള കുതന്ത്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കെൽപ്പുള്ള ആളുകൾ
പ്രതികളായിട്ടുള്ള ഒരു കേസിൽ ഈ നിലയിലുള്ള അന്വേഷണം പോരാ, രാഷ്ട്രീയ നേതൃത്വത്തെ ചോദ്യം ചെയ്യണം. അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോഴത്തെ ഭരണസമിതിക്കും ഗൌരവമേറിയ പങ്കാളിത്തമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പ്രതികൂട്ടിൽ നിൽക്കേണ്ടവരാണ് അവരെന്ന് കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. 2025 അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഭരണസമിതി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഷൻ, ഇപ്പൊ ഒരു ഭരണസമിതി ഉണ്ടല്ലോ, ഇന്നലെ സമരം പ്രഖ്യാപിക്കുന്നത്. കോടതി വിധി എന്താ? 5-ാം തീയതിയിലെ കോടതി വിധിയാണ്. അത് പഠിച്ചും സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടും ഞങ്ങൾ ഇന്നാ പ്രഖ്യാപിക്കുന്നത്. അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിരപരാധിയാണ് എന്ന അദ്ദേഹത്തിന്റെ വാദം കൂടി പരിഗണിച്ചുകൊണ്ട്, ഞാൻ കേസിന്റെ മെറിറ്റിലേക്ക് ഞാൻ പോയിട്ടില്ല, അദ്ദേഹത്തിന് കോടതി ആൻസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ശ്രമിച്ചത് എന്ന ചില കത്തിന്റെ പരാമർശങ്ങൾ കൂടി എന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ആ കേസിന്റെ ഡീറ്റെയിൽസ് പഠിച്ചിട്ടില്ല, വേണമെങ്കിൽ പഠിക്കാം. അത് അദ്ദേഹത്തിന്റെ ആവശ്യം നിൽക്കുന്നുണ്ട്. അത് പരിശോധിച്ചിട്ടില്ല. അല്ലല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ തൊട്ടുകൂടായ്മ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആരൊക്കെയാണ് കൂടെ വന്നെന്ന് ഞാൻ കണ്ടിട്ടില്ല. നിയമസഭയിൽ ഞാനും ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് അത്രയും പോകേണ്ട ആവശ്യമില്ല. ഒരു നിയമസഭാ സാമാജികൻ നിയമസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെയാ വന്നതെന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. അത് നീരസമായിരിക്കും. അത് ഗൗരവത്തിൽ ഞങ്ങൾ എടുത്തിട്ടില്ല. അതായത് അത് ഞങ്ങൾ കൂട്ടായിട്ടല്ലേ, ഒരാൾക്ക് മാത്രം ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഇല്ല. സാമുദായികല്ല, സ്ഥാനാർത്ഥി നിർണയം പറഞ്ഞല്ലോ. കോൺഗ്രസിൽ അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. ഇപ്രാവശ്യം ഏറ്റവും മോഡൽ എന്ന നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളെ ഐക്യകണ്ഠേന നിശ്ചയിച്ച് പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തേക്ക് വന്നത്. ചില വാർഡുകളിൽ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് അറിയിക്കും. അതൊക്കെ രമ്യമായിട്ട് പരിഹരിച്ചിട്ടുണ്ട്, പരിഹരിക്കുന്നതാണ്. ഇല്ല, അത് എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇല്ലില്ല. ഞങ്ങൾ ചോദിച്ചു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് ധാരണയിലെത്തിയിട്ടുണ്ട്, എഗ്രി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പ്രയാസം അറിയിച്ചു, അത് പരിഹരിച്ചു, ചർച്ച ചെയ്ത് പരിഹരിച്ചു. അദ്ദേഹത്തിന്റെ പരാതി അതിവിടെ ചർച്ച ചെയ്ത് പരിഹരിച്ചു. ദാറ്റ് ഈസ് സെറ്റിൽ. അപ്പൊ പിന്നെ പറഞ്ഞുതരാം, ചോദ്യം നന്നായി. ഞങ്ങള് 12-ാം തീയതി സമരം കഴിഞ്ഞാൽ 2 മണിക്ക് KPCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും യോഗം വിളിക്കുന്നു. 4 മണിക്ക് രാഷ്ട്രീയകാര്യ സമിതി പ്ലസ് MPമാര് MLAമാര്, MPമാർ ഓൾമോസ്റ്റ് എല്ലാവരും അതിലെ അംഗങ്ങളാണ്. രാഷ്ട്രീയകാര്യ സമിതി പ്ലസ് MPമാർ MLAമാർ, ആ പ്രധാനപ്പെട്ട നേതൃയോഗം 4 മണിക്കും ചേരുന്നതാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്രയേറെ ഗൌരവമേറിയതാണ്. അതനുസരിച്ച് ഞങ്ങൾ ഗൌരവത്തിൽ കാണണ്ടേ. നിങ്ങളെ തിരക്ക് ഞാൻ മനസ്സിലാക്കുന്നു. പദവിയല്ല, ഉത്തരവാദിത്വം. പ്രസിഡന്റ് ഉൾപ്പെടെ പദവിയല്ല. ഞാൻ ഇതിലേക്ക് പദവി എന്ന് പറഞ്ഞിട്ടില്ല, ഉത്തരവാദിത്വം. എത്രയും വേഗം ചർച്ച ചെയ്യും.
അതിപ്പോ അതൊരു കൂടുതൽ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് നോക്കാം. എല്ലാ നല്ല അഭിപ്രായങ്ങളും പരിഗണിക്കാം. ശരി, താങ്ക് യു. എല്ലാം പരിഹരിക്കും. സർക്കാർ ഞങ്ങളെ അതിൽ സഹായിക്കുന്നില്ല. സ്ഥലം കണ്ടെത്താനും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാനും സർക്കാർ തയ്യാറാകുന്നില്ല. എങ്കിലും ഞങ്ങള് പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ, ഏറ്റവും ഉത്തരവാദിത്തങ്ങൾ അതുമായിട്ട് ഞങ്ങൾ അതിശക്തമായി അവിടുത്തെ നേതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും.